ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും എൻ്റെ പഴയ വീഡിയോ കണ്ടു കാണുമല്ലോ, എന്നിട്ട് പുതിയ വീഡിയോ കാണുക. കാരണം ഇന്ന് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപും ആയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമായിരിക്കും. ഞാൻ ട്രംപിൻ്റെയും ദജ്ജാലിൻ്റെയും ഒരു വീഡിയോ കഴിഞ്ഞതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയൊരു കാര്യവുമായിട്ടാണ്. കാരണം ട്രംപ് ഏലിയൻസിൻ്റെ കാര്യം ഇന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാനിത് പറയുന്നത്. കാരണം ട്രംപ് ഏലിയൻസിനെ പിടിച്ചിട്ട് ദൃശ്യം പങ്കുവെച്ചിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ്, നമ്മൾ ഏലിയൻസിനെ കണ്ടുപിടിച്ചു, ആൻഡ് UFO സ്പേസ് ഷിപ്പാണ് ഈ കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട്. ഇത് ന്യൂസിൽ വന്നതാണ്. ഇന്നലെ ഞാനിത് കണ്ടതാണ്. ആ ന്യൂസിനകത്ത് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UFOയുടെ ഏലിയൻസിൻ്റെ സ്പേസ് ഷിപ്പ് UFO ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നു. ഇത് 100% ഷുവറാണ്. ഇതിൽ ഒരു കള്ളവുമില്ല. ഇത് ഏലിയൻസിൻ്റെ UFO സ്പേസ് ഷിപ്പ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ വന്നിരിക്കുന്നത്. ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000% പുതിയതായിട്ട് വന്ന ഒരു കാര്യമാണ്. ഇതാരും കള്ളം പറയില്ല. ട്രംപ് തന്നെയാണ് പറഞ്ഞത്, ഇത് ഏലിയൻസിനെ ഞാൻ കണ്ടുപിടിച്ചു, ഏലിയൻസ് വന്നിട്ടുണ്ട്, അന്യഗ്രഹ ജീവികൾ, വേറെ ദേശത്ത് നിന്ന് വരുന്ന, വേറെ ഗ്രഹത്തിൽ നിന്നും വരുന്നത്, അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നിരീശ്വരവാദികൾ തന്നെയും ഇത് ആശ്ചര്യപ്പെട്ടിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിരീശ്വരവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും വിശ്വാസമില്ലാത്തവർ, അവർക്ക് തന്നെ ഇതൊരു അത്ഭുതമായിട്ട് തോന്നി എന്നാണ് പറയപ്പെടുന്നത്. ഇത് അത്രയും ക്ലാരിറ്റി ഉള്ളതാണ്. ഇത് മലയാളം ന്യൂസിൽ വന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ട്രംപ് ഏലിയൻസിനെ ദൃശ്യം പിടിച്ചിട്ട് ട്രംപ് ഏലിയൻസിനെ കണ്ടിട്ട് പറയുകയാണ്, ഇത് ഞാൻ സ്പേസ് ഷിപ്പ് പിടിച്ചിട്ടുണ്ട്, ഏലിയൻസ് ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെയാണ് UFO സ്പേസ് ഷിപ്പ് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോട്ടോ. ഇത് ഇപ്പോഴത്തെ ഫോട്ടോയാണ്. അതിൽ ഒരു ഡിവൈസസും യൂസ് ചെയ്തിട്ടില്ല, അതിനകത്ത് ഒരേയും ഇല്ല. അത് കറക്റ്റാണ്. ആ യൂസസ് എന്ന് ആ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു ഫോട്ടോ, പുതിയൊരു ഫോട്ടോ, അത് ഇങ്ങനെ റൗണ്ടായിട്ട് അതിൻ്റെ വാഹനമില്ലേ അതുപോലെയാണ് ഇരിക്കുന്നത്. ദൈവം എന്ന സത്യം. അപ്പം ദൈവം എന്നത് പറയുന്നത് ചിലപ്പോൾ ദൈവം എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. എന്താണ് അവർ ഒളിപ്പിക്കുന്നത്? അവർ തന്നെ ആയിരിക്കുമോ ഈ പറയുന്ന അന്യഗ്രഹ ജീവികൾ, ഏലിയൻസ്? അന്യഗ്രഹ ജീവികളുടെ വാഹനമാണ് ഈ പറയുന്ന UFO. കാർട്ടൂൺസ് കണ്ടവർക്ക് അതെന്തായാലും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്രയും ക്ലാരിഫൈ ആയിട്ടാണ് അദ്ദേഹം ആ ഫോട്ടോ എടുത്തത്. ഇത് എന്ന് പറയുന്നത് ആ ഒരു റേഡിയേഷണൽ, ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് റേഡിയേഷണൽ ഡിവൈസസ് ആണ്. അപ്പം അത് പറയുന്നത് തന്നെ ഇൻഫ്രാ റെഡ് വേരിയേഷൻസ്, അതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറയുന്ന ഒരു കറുത്ത രീതിയിലുള്ള ആ ഒരു ചിത്രം അദ്ദേഹത്തിന് ഫോട്ടോ ആയിട്ട് കിട്ടി. നമുക്ക് ആ ഫോട്ടോ കാണിച്ചിട്ട് പറയുകയാണ്, അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ട്, അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത് സത്യമാണ്. എന്തുകൊണ്ടാണ് ട്രംപ് അന്യഗ്രഹ ജീവികൾ സത്യമാണ് എന്ന് തെളിയിക്കാൻ ഇത്രയും കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് ട്രംപ് അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ ഇത്രയും ശ്രമിക്കുന്നത്? നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഈ ഒക്ടോബസിനെ കുറിച്ച്. ഒക്ടോബസ് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. സമുദ്രത്തിൻ്റെ അടിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഈ പറയുന്ന ഒക്ടോബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒക്ടോബസ് എന്ന് പറയുന്നത് ഈ അന്യഗ്രഹ ജീവികൾ പണ്ട് സമുദ്രത്തിൽ ഇറങ്ങിയപ്പോൾ അവരെല്ലാവരും സ്പേസ് ഷിപ്പ് ഒടിഞ്ഞു വീണ് താഴെ വീണു. അവർ അങ്ങനെ UFOയിൽ നിന്നും താഴെ വീണപ്പോൾ ഒരു ജീവിയായിട്ട് പുറത്തു വന്നു. അതാണ് ഈ കാണുന്ന ഒക്ടോബസ്. അത് ഈ ഏലിയൻസിൻ്റെ ഒരു ചെറിയ രൂപമാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ കുറേ ക്യാമറാസിൽ പകർത്തിയിട്ടുണ്ട് ഏലിയൻസിൻ്റെ. പക്ഷെ ആരും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലത്ത് ആരും വിശ്വസിക്കില്ല. ഇതൊക്കെ വെറും നമ്മളൊക്കെ കാർട്ടൂൺസിൽ കാണുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ തള്ളിക്കളയും. പക്ഷെ അത് 100% ഷുവറായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ഏലിയൻസും ആയിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ഈ ദജ്ജാലും ഈ ഏലിയൻസും ഈ ട്രംപും എല്ലാം കൂടെ കണക്ക് കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് നിങ്ങൾ പറയൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി.